ആശയം ഗതി പെറും നാദഭൂമിയിൽ അമർന്ന വിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനീ. മായയിടുമുല്ലാസമൊന്നും അറിവല്ലാതെയില്ലനിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാദിയറിവാ. തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി. സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘബോധ ജനനീ. മാറുമറിവുണ്ടായി മുന്നം ഇതു കണ്ടാടുമംഗമകവും കൊണ്ട് ആയിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസിൽ മറയും. കണ്ടാലുമീ നിലയിലുണ്ടാകയില്ലറിവ് അഖണ്ഡാനുഭൂതിയിലെഴും. തണ്ടാരിൽ വീണു മധുവുണ്ടാരമിക്കും ഒരു വണ്ടാണു സൂരി സുകൃതി. ശ്രദ്ധിക്കുക. ശ്രീനാരായണ ഗുരുവേ നമ. നമ്മൾ ഏകദേശം 1 മണിക്കൂർ നേരം എടുത്തൊരു ഘോഷയാത്രയാണ് സമാപിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്ഷീണം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വെള്ളം, നാരങ്ങ വെള്ളം ഉണ്ട്. ആരെങ്കിലും അത് കിട്ടിയിട്ടില്ലെങ്കിൽ പോയി കുടിച്ച് സമാധാനത്തോടു കൂടെ നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് കടക്കാം. ഒന്നും തിടുക്കപ്പെടേണ്ട കാര്യങ്ങൾ നമുക്കില്ല. നടപടികളിലേക്ക് പോവുക. നമ്മൾ ആദ്യമായിട്ട് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ പൊതുയോഗം തുടങ്ങും. അപ്പോഴേക്കും ഒന്നുകൂടെ റെസ്റ്റ് ചെയ്ത് ഈ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പ്രാർത്ഥനയ്ക്കായിട്ട് ബാലജന യോഗവും വനിതാ സംഘവും കൂടെ ചേർന്നാണ് പ്രാർത്ഥന ചെയ്യുന്നത്. ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ കഷ്ടപ്പാടുകൾക്കൊക്കെ ഗുരു അറുതി വരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കുട്ടികളെയും വനിതകളെയും പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. ശ്രീനാരായണ പരമഗുരവേ നമഃ. ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്ന്
ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായേ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും. വേറല്ല ഓതുമൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക സിദ്ധാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസ്സ. ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം. വാഴണം വാഴണം സുഖം. ഓം ശാന്തി ശാന്തി ശാന്തി. SNDP കുന്നംകുളം യൂണിയൻ 171 ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിക്കുകയാണെന്ന്. ഈ ഒരു മനോഹരമായ ദിവസത്തിൽ എൻ്റെ എല്ലാ ശ്രീനാരായണീയരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മുടെ അധ്യക്ഷൻ, നമ്മുടെ SNDP കുന്നംകുളം യൂണിയൻ പ്രസിഡൻ്റ് കൂടിയായ ശ്രീ KM സുകുമാരൻ അവർകളിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ വേദിയെ ഏറ്റവും അധികം അനുഗ്രഹീതമാക്കുന്നത് ശ്രീ മഹാമണ്ഡലേശ്വർ HH സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്, അദ്ദേഹത്തെയും ഈ വേദിയിലോട്ട് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി SNDP യോഗം കുന്നംകുളം യൂണിയൻ സെക്രട്ടറി, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ PK മോഹനേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ മോഹനേട്ടൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ പ്രോഗ്രാം രക്ഷാധികാരി കൂടിയായ ശ്രീ ശങ്കരനാരായണൻ ചേട്ടനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ആശംസകൾ അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി സീതാ രവീന്ദ്രനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് CAS ഹൃതിക്കിനെ ഈ വേദിയിലോട്ട് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ആശംസ അർപ്പിക്കാനായി നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗുരുവായൂർ യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ചേട്ടനെ ഈ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി കുന്നംകുളം യൂണിയൻ മുൻ പ്രസിഡന്റ് ശ്രീ TR ബാലകൃഷ്ണൻ അവറുകളെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. അടുത്തതായി ഇവിടെ ആശംസ അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ PA ബഷീർ, ശ്രീ വിശ്വനാഥൻ ചുള്ളിയിൽ, അഡ്വക്കേറ്റ് CB രാജീവ്, ശ്രീ CK ജോഷി, ശ്രീ മനോജ് കുമാർ, ശ്രീ ചന്ദ്രൻ കിളിയമ്പറമ്പിൽ, ശ്രീ KR റെജിൽ എന്നിവരെ ഈ വേദിയിലിട്ട് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്.
ഈ യോഗ നടപടികൾ ആരംഭിക്കുകയും സ്വാഗതം പറയുന്നതിനായിട്ട് യൂണിയൻ സെക്രട്ടറി ശ്രീ പി കെ മോഹൻ ക്ഷണിക്കുന്നു. ശിവകരിശിഖരാഗ്രേ ദിവ്യപത്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം നൗമി നാരായണാഖ്യം നൗമി നാരായണാഖ്യം. ഗുരുതർപാദങ്ങളിൽ പാദനമസ്കാരം ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ 171ാമത് ഗുരുദേവ ജയന്തി ആഘോഷപൂർവ്വം നടത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരവസരം സൃഷ്ടിച്ചു എന്ന മഹാഗുരുവിനെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ പ്രണമിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിതീവ്രമായ മഴയും പ്രകൃതി അനുകൂലമല്ലാത്ത അവസ്ഥയും ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ ഒരു വേദി ഒരുക്കി ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം അതിൻ്റെ ഏറ്റവും മഹത്തരമായ രീതിയിൽ ഇവിടെ നടത്തണമെന്നുള്ള നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും സഫലീകരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒത്തിരി പേരുടെ കഠിനാധ്വാനമുണ്ട്. സംഘടനാ വിഷയങ്ങളും യൂണിയൻ്റെ മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്നും ഞാനിവിടെ പരാമർശിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ഗുരുവിൻ്റെ ജയന്തി മാത്രമാണ് നമ്മുടെ ഇന്നത്തെ അജണ്ടയും നമ്മുടെ ഇന്നത്തെ കർമ്മവും ധർമ്മവും. ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി എന്ന് പറയുമ്പോൾ സമാധിയും ജയന്തിയും ആഘോഷിക്കുന്ന ഒരേ ഒരു ഗുരുവേ ഉള്ളൂ. ഇനി 21-ാം തീയതി ഗുരുവിൻ്റെ 98ാമത് സമാധി ദിനമാണ്. എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയും ജയന്തിയും ഇത്ര ആഘോഷപൂർവ്വം ആചാരപൂർവ്വം നടത്തുന്നത് എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമാണിത്. മാനവരാശിക്ക് എല്ലാം തികഞ്ഞ രീതിയിൽ അറിവ് പ്രദാനം ചെയ്തിട്ടാണ് ഗുരുദേവൻ ശരീരം വെടിഞ്ഞ് ആത്മരൂപത്തിൽ നമ്മളോടൊപ്പമുള്ളത്. വിശ്വസിക്കുന്നവർക്ക്, ഭക്തിപൂർവം മനസ്സിൽ കാണുന്നവർക്ക് ഗുരുദേവൻ പരബ്രഹ്മമാണ്. അതിന് മറ്റ് സാക്ഷ്യമൊന്നും വേണ്ട. ഗുരുവിൻ്റെ തന്നെ ശിഷ്യരായ സന്യാസി ശിഷ്യനായ ശിവലിംഗ ദാസസ്വാമികളും ഗൃഹസ്ഥ ശിഷ്യനായ കുമാരനാശാനും അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അത് ലോകത്തിന് പറഞ്ഞു തന്നിട്ടാണ് അവരും ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം രൂപത്തെ പ്രതിഷ്ഠിച്ച് അതിനെ പൂജിക്കുന്ന ഒരു അവസ്ഥയെ അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു ഗുരു കൂടിയാണ് ശ്രീനാരായണ ഗുരു. നമുക്കറിയാം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഗുരുവിൻ്റെ ഒരു വിഗ്രഹമുണ്ട്. അത് നമുക്കിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ തന്നെ അതൊന്ന് സൂചന കൂടെ പറയണം. ഇറ്റലിയിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന, ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കൊണ്ടുവന്ന് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇവിടെ നമ്മളൊരിക്കൽ ഒരു യാത്ര പോവുകയുണ്ടായി. ഒത്തിരി പേര് ആയിട്ടൊക്കെ യാത്ര പോയിട്ടുണ്ട്. അവർ കാണാൻ ഇട വന്നിട്ടുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗുരു ഈശ്വര തുല്യനാണ്, ഈശ്വരനാണ്. അറിവാണ് ഈശ്വരൻ എന്ന് അർത്ഥശങ്കയ്ക്ക് ഇല്ലാത്ത വിധം ഗുരു തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അറിവാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ മറ്റു ഗുരുക്കന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സ്വാമിജി അതിനെക്കുറിച്ചിട്ട്
അനുഗ്രഹ പ്രഭാഷണത്തിൽ പറയും. അങ്ങനെ മനുഷ്യൻ്റെ ഒരു സൃഷ്ടി മുതൽ അവൻ്റെ അന്ത്യേഷ്ടി വരെയുള്ള കർമ്മങ്ങളെ വളരെ വിസ്തരിച്ച് ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമുക്ക് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തന്ന് അനുഷ്ഠിച്ച് ജീവിക്കാനായിട്ട് ഉപദേശവുമായി നമുക്ക് കാലജനയ്ക്കുള്ളിൽ മറയുകയാണ് ഉണ്ടായത് ഗുരു. ആ ഗുരുവിൻ്റെ 171ാമത് ജയന്തി ആഘോഷമാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ ആഘോഷ പരിപാടിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ആശയമാണ്, ഇതൊരു ആഗ്രഹമാണ്, ഇതൊരു അഭിലാഷമാണ്. അത് എൻ്റെ അല്ല, ഞാനിതിൻ്റെ ഒരു നിയോഗി മാത്രമാണ്, ഒരു സാക്ഷി മാത്രമാണ്. അല്ലെങ്കിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച മറ്റുള്ളവരെല്ലാം ഇതിൻ്റെ ഒരു കർമ്മസാക്ഷികളാണ്. ഒരു സാധാരണ സംഭാഷണത്തിൽ ശ്രീ ശങ്കരനാരായണൻ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ ഗുരുജയന്തി ആഘോഷിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് തൃപ്തിയായില്ല. അപ്പോൾ എങ്ങനെ സംഭാഷണത്തിൽ അതിനുശേഷം അദ്ദേഹം എന്നോട് വളരെ സൗഹൃദമായ രീതിയിൽ ഇടപെടാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, സെക്രട്ടറി, നമുക്ക് ഈ അടുത്ത വർഷത്തെ ഗുരുജയന്തി ചെറുവത്തൂർ ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയാൽ എന്താ? നമുക്കെന്താണ് ശ്രീനാരായണീയർക്ക് ഇവിടെ കുറവുള്ളത്? നമുക്ക് എന്തുകൊണ്ട് അത് നടത്തിക്കൂടാ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ സാധാരണ കുറേ പരാധീനതകളുള്ള സാമ്പത്തികമായിട്ട് അത്രയും സമ്പുഷ്ടമല്ലാത്ത ഒരു യൂണിയൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടുന്നതിന് പകരം, ഉത്തരം ഞാൻ മനസ്സിലാക്കുന്നതിന് പകരം എൻ്റെ തലയിൽ അപ്പോൾ സാധാരണ ഭാഷയിൽ പറയുന്ന പോലെ ഒരു ലഡ്ഡു പൊട്ടി. ഇത് എൻ്റെ കൂടെ ഒരു ആഗ്രഹമാണ്. നമ്മുടെ ഗുരുവിൻ്റെ ജയന്തി നമുക്ക് ഇത്തരം ഒരു വേദിയിൽ നടത്താനായിട്ടൊരു സങ്കല്പം മനസ്സിലുണ്ടായിരുന്നു എൻ്റെയും. പക്ഷേ അതിനുള്ള അർത്ഥശേഷി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല. അപ്പോഴാണ് ഗുരു ഒരു ദൂതനെ പോലെ അദ്ദേഹത്തെ എന്നിലേക്ക് ഈ വാർത്തയുമായിട്ട് കടത്തിവിടുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ആലോചിക്കാം, എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്, നമുക്കത് നമ്മുടെ കമ്മിറ്റിയൊക്കെ ആയിട്ട് ആലോചിച്ച് നമുക്കത് നടത്താൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹം അപ്പോഴും പറയുകയാണ്, എന്തുകൊണ്ട് നടത്താൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറയുന്നു, നമുക്കെന്താ നടത്തിയാൽ എന്ന് വീണ്ടും ചോദിച്ചു. അങ്ങനെ ഞാനത് കൂടുതൽ തിരിപ്പിച്ച് പോകുന്നില്ല, ഒത്തിരി പ്രാസംഗികരോടെ ഇരിക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് ഞാനത് ചുരുക്കി പറയാം. പക്ഷേ ഇത് കൂടെ പറഞ്ഞു പോയില്ലെങ്കിൽ ഞാനിന്ന് ചെയ്ത അല്ലെങ്കിൽ നമ്മളിന്ന് അനുഭവിക്കുന്ന കർമ്മത്തിന് പൂർണ്ണത വരില്ല. അതുകൊണ്ട് പറഞ്ഞു പോകുന്നു. അങ്ങനെ അതിൽ നിന്ന് ഉത്ഭവിച്ച ഉരുത്തിരിഞ്ഞ ആശയത്തിൻ്റെ ഫലപ്രാപ്തിയാണ് ഇന്ന് നമ്മൾ ഈ നിമിഷത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് പിന്നെ കുറച്ച് ആശയങ്ങൾ വേറെ വന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മളിതിനെക്കുറിച്ച് സങ്കല്പിച്ചു, യൂണിയനിൽ കൗൺസിൽ മീറ്റിംഗ് നടന്നു, പൊതുയോഗം നടന്നു, അതിലൊക്കെ തീരുമാനമെടുത്തു. കുറച്ച് 1, 2, 3 പേർക്കൊക്കെ ഇതിൽ ചെറിയ ആർഭാടമാണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിലേക്ക് ഭൂരിപക്ഷ അഭിപ്രായത്തിന് മാനിച്ചുകൊണ്ട് നമ്മളിതിലേക്ക് പ്രവേശിച്ചു, ഇത് നടത്താൻ തീരുമാനിച്ചതിന് ശേഷം വീണ്ടും ഇതിനെക്കുറിച്ച് ശങ്കയുണ്ടായി, വീണ്ടും ചർച്ച വന്നു. അപ്പോൾ ഇത് ശങ്കയും ചർച്ചയും ഒക്കെ നടന്നാലും ഇതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് നടത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ എത്തിച്ചേർന്നപ്പോൾ നടത്താൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് വീണ്ടും കുറച്ച് ആശയങ്ങളൊക്കെ വെച്ചു. അതാണ് ഇന്ന് അവിടെ ഇരിക്കുന്ന റിക്ഷ. ഗുരുദേവനെ ഡിസംബർ 31-ാം തീയതി ശിവഗിരിയിലെ തീർത്ഥാടനത്തോടനുബന്ധിച്ച് പങ്കെടുത്തിട്ടുള്ള വ്യക്തികൾക്ക് അറിയാം, ഗുരുദേവനെ ഇതുപോലൊരു റിക്ഷയിലിരുത്തി ആണ് വർക്കല നഗരം മുഴുവൻ ചുറ്റി കറങ്ങിക്കൊണ്ട് ശിവഗിരിയിലേക്ക് പദയാത്രയായിട്ട് പോയി വരുന്നത്. അത് ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കും. നമുക്ക് ഈ ഉണരാത്ത സമൂഹമായതുകൊണ്ട് ഇവിടെ ആയിരങ്ങളില്ലെങ്കിലും നൂറുകളുണ്ട്. നമ്മുടെ സമൂഹം ഉണർന്ന സമൂഹമല്ലല്ലോ. നമ്മൾ എന്തുകൊണ്ട് ഉണർന്ന സമൂഹമല്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ ജീവിക്കുന്ന ഇപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടി ജീവിതം നമ്മൾ തുടങ്ങിയിട്ടില്ല, പ്രത്യേകിച്ച് ഈ സമൂഹം. അത് ജാതീയമായി പറയുകയല്ല. ഇന്നലെ ഒരു വിശിഷ്ട വ്യക്തിയെ ഞാനും ഇവിടുത്തെ യൂത്ത് മൂവ്മെൻറ്റ് ജില്ലാ ചെയർമാനും കൂടെ കാണാൻ പോയപ്പോൾ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ഈ സമൂഹത്തിൽ പെടുന്ന ആൾക്കാർ പ്രശ്നങ്ങളിൽ പരിഹാരങ്ങൾക്കും ഇടപെട്ടില്ലെങ്കിൽ
കേരളത്തിൽ തന്നെ 90% കേസുമില്ല. 10% കേസുമേ പുറത്തുള്ളൂ. ബാക്കി 90% കേസും നമ്മളെ സംബന്ധിച്ച കേസാണ്. എന്ന് വെച്ചാൽ ഈഴവ സമുദായത്തിൻ്റെ അംഗങ്ങൾ തമ്മിലുള്ള അവരുടെ കൊടുക്കൽ വാങ്ങലുള്ള കേസും രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് അവർ പോരടിക്കുന്നതും മറു രാഷ്ട്രീയക്കാർ ഇവരെ തിരിച്ചടിക്കുന്നതും ഒക്കെയുള്ള കേസുകളാണ്, മുഴുവൻ കേസുകളും. നടത്തുന്ന ആ പദയാത്രയുടെ സങ്കല്പം ഞാൻ അദ്ദേഹത്തിനോട് പറയുകയും അതോടനുബന്ധിച്ച് അദ്ദേഹം ഈ റിക്ഷയുടെ പകുതി പണി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ വീണ്ടും പറയുന്നത് എന്നോട്, സെക്രട്ടറി ഞാൻ റിക്ഷയുടെ പണി അതിൻ്റെ സ്ട്രക്ചർ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ കൂടെ ശരിയാവാനുണ്ട്. ഇങ്ങനെ ഒരാൾ ഗുരുവിനെ സേവിക്കാനും നമ്മുടെ സമൂഹത്തിന് നന്മ നൽകാനും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാനും ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഈ കാലത്ത് വലിയ ഒരു സംഭവമാണ്. അദ്ദേഹത്തെ ഞാൻ മനസ്സ് നിറയെ ആരാധിക്കുന്നു, അഭിനന്ദിക്കുന്നു. അത് ഞാൻ അദ്ദേഹത്തിനെ പുകഴ്ത്തി പറയുന്നതായിട്ട് നിങ്ങൾ കാണണ്ട. ഇവിടെ സമ്പത്തുള്ള പല മനുഷ്യന്മാരുമുണ്ട്, സമ്പത്ത് വിനിയോഗിക്കാൻ പല രീതിയിൽ വിനിയോഗിക്കുന്നവരുണ്ട്. തന്നെ പോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്നം സുഖത്തിനായി വരേണം എന്ന് ഗുരു പറഞ്ഞ ആ തത്വത്തെ അർത്ഥമാക്കിക്കൊണ്ട് അതിനെ അടിസ്ഥാന തത്വമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ പോലെയുള്ള 10 വ്യക്തികളുണ്ടെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ പൂർണ്ണമായ സമുദ്ധാരണത്തിന് സാക്ഷ്യമാകും അത്. അപ്പോൾ അങ്ങനെ അതിനെ ഒരു കഥാഭാഗം കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ സ്വാഗത പ്രസംഗത്തിലേക്ക് പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. കുറച്ചൊക്കെ ഞാൻ ശാഖാ യോഗങ്ങളിലേക്ക് വിളംബരമായി പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ചിലർക്കത് മനസ്സിൽ വേദനിപ്പിക്കുന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ട്. എന്നും ഈ കൊടി പിടിച്ചുകൊണ്ട് അവനവന് കുഴി തോണ്ടുന്ന പരിപാടി നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും എത്താൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് ആർക്കും എതിരല്ല, ആർക്കും വിധേയവുമല്ല. ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് അവൻ്റെ അന്ത്യേഷ്ടി വരെ കർമ്മങ്ങളിൽ ഒരാളോടും ഒരു വിവേചനമില്ലാതെ സഹവർത്തിത്വത്തോടെ ജീവിക്കുന്ന ഒരു ധർമ്മമാണ് ശ്രീനാരായണ ധർമ്മം. അപ്പം നമ്മൾക്ക് ഏതൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചാലും ഏതൊരു പാർട്ടിയിൽ പോയാലും നമുക്ക് നമ്മുടെ അസ്തിത്വത്തിന് എന്തിനു മറക്കണം, എന്തിനു നിങ്ങളൊന്ന് വിട്ടു നിൽക്കണം? ഇതൊരു ചോദ്യമായിട്ട് നിങ്ങൾ ഇന്നത്തെ പിറന്നാൾ ദിനത്തിലുള്ള ഗുരുവിൻ്റെ ഒരു ചോദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ എടുത്തുകൊണ്ട് വേണം നാളെ നാട്ടുപുറങ്ങളിലേക്ക് പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ യൂണിയൻ്റെ പ്രസിഡന്റ് ഇൻചാർജ് ശ്രീ KM സുകുമാരൻ അവറുകളാണ്. ഒരു സംഘടന കൃത്യമായിട്ട് പ്രവർത്തിച്ചു പോകണമെങ്കിൽ അതിലെ അംഗങ്ങൾ, അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന അംഗങ്ങളുടെ കോർഡിനേഷൻ വളരെ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഒരു സെക്രട്ടറിയും പ്രസിഡന്റും ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു പോകുന്ന കേരളത്തിലെ അപൂർവം യൂണിയനുകളിൽ ഒന്നാണ് കുന്നംകുളം യൂണിയൻ. ഒരു വിവേചനമില്ലാതെ അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ചർച്ച ചെയ്യപ്പെട്ട് പരിഹരിക്കപ്പെടും. അതല്ലാതെ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ഒരു വേറെ രീതിയിലുള്ളവരില്ല. ഞാനൊരല്പം കൂടെ കടന്ന് ചിന്തിക്കുകയും കടന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അത് നിങ്ങൾ അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത്, ഇന്നലെ 4 മണി മുതൽ നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള എല്ലാ അനുഗ്രഹ കർമ്മങ്ങളിലും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എനിക്ക് ശ്രീനാരായണ ഗുരുവിനെ പോലെ തുല്യമായ ഒരു മഹാമണ്ഡലേശ്വരാണ് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്. 127 സന്യാസി സഭകളുടെ മണ്ഡലേശ്വരാണ് അദ്ദേഹം. ആഗ്രഹ ഹോമവും നമ്മുടെ ഗണപതി ഹോമവും. ഇപ്പോൾ സ്വാമി ഡോക്ടർ പ്രഭാകരാനന്ദ സരസ്വതിയാണ്. നിങ്ങൾക്ക് സ്വാമിജിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഇനി വരുന്ന ആളുകളിൽ ഉണ്ടാകും. എൻ്റെ ജീവിതം ഇങ്ങനെ പുഷ്ടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സന്യാസിവരൻ്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും എൻ്റെ കുടുംബത്തോടുള്ള സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതൊരു അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സന്യാസികളെ നമ്മളൊരു വേദിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സദസ്സാണ്. കുംഭമേള പോലെയുള്ള മഹാ ചടങ്ങുകളുടെ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചപ്പോൾ കുംഭമേളയിൽ നിന്ന് സ്വാമിജി കൊടുന്ന പ്രസാദം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വാമിജി ഇവിടെ വിതരണം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു കുംഭമേളയ്ക്ക് പൗർണമിക്ക് പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകാൻ സ്വാമി എന്ന് പറഞ്ഞു.
അപ്പോൾ അതിനുവേണ്ടി ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പാദ നമസ്കാരം ചെയ്തുകൊണ്ട് സ്വാമിയെ ഇന്ന് ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ശങ്കരനാരായണൻ്റെ പേര് നേരത്തെ ഇതൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നില്ല. ഋത്വിക്കിനേക്കാൾ മൂത്തതാണല്ലോ ശങ്കരനാരായണേട്ടൻ. ഋത്വിക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അനിയനായിട്ടല്ലേ വരുള്ളൂ, അല്ലേ? ഋത്വിക്ക് നമുക്ക് അനിയനായിട്ടേ വരുള്ളൂ. അപ്പോൾ ഞാൻ ശങ്കരനാരായണനെ കുറിച്ചിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശങ്കരനാരായണനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും എൻ്റെ സഹോദരി ശ്രീമതി സീതാ രവീന്ദ്രൻ നമുക്കൊക്കെ ഒരു അഭിമാനം തന്നെയാണ്. ഇത് രാഷ്ട്രീയം മറന്നിട്ട് മനുഷ്യനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഓരോ വ്യക്തികളുടെയും തുല വെയിറ്റ് നമുക്ക് മനസ്സിലാവുക. രാഷ്ട്രീയത്തിലൂടെ ചിന്തിച്ചാൽ വ്യക്തികൾക്ക് വിലയില്ല. രാഷ്ട്രീയമായിട്ട് വെച്ചാൽ ഒരു രാഷ്ട്രീയക്കാരൻ മറ്റേ രാഷ്ട്രീയക്കാരനെ ഇഷ്ടപ്പെടുന്നില്ല, ആ രാഷ്ട്രീയക്കാരൻ മറ്റേ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നില്ല. ഇതൊരു രാഷ്ട്രീയ അവരുടെ കർമ്മമാണ്. അങ്ങനെ കുന്നംകുളം സമരസഭയിലിരുന്നു കൊണ്ട് ഈ 10 വർഷത്തോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സീത ചെയ്തിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നമുക്കിവിടെ പറയേണ്ട കാര്യമില്ലെങ്കിലും ഈ നഗരപ്രദേശത്ത് ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണ്. ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയക്കാർക്ക് എൻ്റെ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ ചീത്ത പറഞ്ഞ മാതിരി ഇവരെ വേണമെങ്കിൽ ചീത്ത പറയാം. വെള്ളാപ്പള്ളി നടേശന് ഏത് വഴി കൂടെ പോകണമെന്നും ചീത്ത പറയാൻ പറ്റുന്ന ഒരാളാണല്ലോ സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ. എവിടെ പോയാലും വെള്ളാപ്പള്ളി ചീത്ത പറയും. അദ്ദേഹം പറയുന്ന അവൻ്റെ സമുദായത്തെക്കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണത്. എന്തിനാണ് ചീത്ത പറയുന്നത്? ആരാണിത് ഇങ്ങനെ? ഇവരൊക്കെ യോഗ്യന്മാർ ഇവിടെ ചീത്ത പറയാൻ. അപ്പം അതുകൊണ്ട് കർമ്മത്തെയാണ് നമ്മൾ മാനിക്കുന്നത്, രാഷ്ട്രീയത്തെ അല്ല മാനിക്കേണ്ടത്. സീതാ രവീന്ദ്രൻ എന്ന ചെയർപേഴ്സൺ കുന്നംകുളത്ത് ചെയ്ത സമഗ്ര സംഭാവനകളെ നമ്മളെല്ലാം മനസ്സിലാദരിച്ചുകൊണ്ട് മേഡത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഹൃത്തിക്കനെ 1-2 പ്രാവശ്യം കണ്ടിട്ടൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഗുരു നിയോഗത്തിൽ ഈ പിറന്നാൾ ദിനത്തിൽ ഋത്തിക്കിലേക്ക് ഞാൻ എത്തിച്ചേർന്നതെന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. കുന്നംകുളത്തിൻ്റെ കഥാകാരനായിരുന്നു ശ്രീരാമ വക്കീൽ. ഇപ്പോൾ മറ്റേ വി ശ്രീരാമനും അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും VK ശ്രീരാമൻ അത് ഏറ്റെടുത്തിട്ട് മറ്റേ ശ്രീരാമൻ VK ശ്രീരാമൻ്റെ ക്ലാസ്മേറ്റ് കൂടെയാണ് കേട്ടോ VK. അപ്പോൾ അതുകൂടെ പറയും. അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും CV ശ്രീരാമൻ എഴുതി വെച്ചതും ഇവിടെ നമുക്ക് അടയാളപ്പെടുത്തി പോയതും അതൊരു വേറൊരു മുദ്രയാണ്. ഒരു സാഹിത്യത്തിൻ്റെ കുലപതി തന്നെയായിരുന്നു അദ്ദേഹം. ഒരു ലളിത ജീവിതത്തിൻ്റെ അധിപനായിരുന്നു അദ്ദേഹം. സാധാരണ ഒരു മനുഷ്യനെ പോലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൊടയും കച്ചത്ത് വെച്ചുകൊണ്ട് പോകുന്ന ഒരു ഓർമ്മ എൻ്റെ യൗവനത്തിനുണ്ട്. ആ ഓർമ്മയുടെ മകനാണ് ഋത്വിക്. അദ്ദേഹം ഇപ്പോൾ സീനിയർ പ്ലീഡറായിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഗവൺമെൻറ്റിൻ്റെ പ്ലീഡറാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഗുരുനിയോഗത്താൽ വന്നതാണ്. ഞാൻ പ്ലീഡറായിട്ടുള്ള ഋത്വിക്കിനോട് ഞാൻ ചോദിച്ചത് ഒരു ആശംസ പറയാനായിട്ട് പങ്കെടുക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ഗുരു എന്നോട് പറഞ്ഞത്, പിന്നെ അത് വന്നത് ഇതിൻ്റെ ആശംസയില്ല, ഉദ്ഘാടകനായിട്ടാണ് അദ്ദേഹത്തെ നിയോഗിച്ചത് ഗുരു. അങ്ങനത്തെ ഇന്നത്തെ ഉദ്ഘാടകൻ ശ്രീ ഋത്വിക്കിന് പൗണ്യേട്ടൻ്റെ മകനാണ്. പൗണ്യേട്ടൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് അറിയും, ചിലർക്ക് അറിയില്ല. പൗണ്യേട്ടനെ പോലെ കുന്നംകുളത്ത് അഡ്രസ്സുള്ള ഒരു ബിസിനസ്സുകാരൻ ഇല്ല. വിക്ടറി പ്രസ് വളരെ കാലങ്ങളായിട്ട് കുന്നംകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു എല്ലാവിധ സമൃദ്ധിയുള്ള ഒരു പ്രസിൻ്റെ ഉടമസ്ഥനായിരുന്നു പൗണ്യേട്ടൻ. അദ്ദേഹം ഇപ്പോൾ ഈ കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡൻ്റായിട്ട് ഒരു 10-90 വർഷമായിരുന്നു തോന്നുന്നു. എത്ര വർഷമായി സാറ്? 34. ഞാൻ 90 പറഞ്ഞത് കുറച്ചോളൂ. 34 വർഷമായിട്ട് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡൻ്റായി ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ മലങ്കര ഹോസ്പിറ്റലിൻ്റെ ഇൻചാർജ് സെക്രട്ടറിയാണ്. ഇവിടെ നമ്മുടെ മലങ്കര ഹോസ്പിറ്റലിൽ ഒരു 2 ആഴ്ച കൂടുമ്പൊക്കെ പോകാറുണ്ട്. സാറ് അതൊക്കെ വേണ്ട രീതിയിൽ പരിഹരിച്ച് തരാറുണ്ട്. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും മലങ്കര ഒരു ആശ്രയമാണ്. അതുപോലെ നമുക്ക് ഈ മലങ്കര ഹോസ്പിറ്റലിലെ വളർച്ച, അദ്ദേഹത്തിൻ്റെ സംഭാവന എന്നും നിത്യയൗവനമാണ്. പ്രേംനസീറിൻ്റെ മാതിരി ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന് പ്രായമാകുന്നില്ല. എന്താണെന്ന് അറിയില്ല എനിക്ക്. ഏതാണ്ട് എൻ്റെയൊക്കെ പ്രായം വരും അദ്ദേഹത്തിന്, പക്ഷേ കണ്ടാൽ തോന്നില്ല അത്രയാണ്. അങ്ങനെയുള്ള എൻ്റെ പ്രിയപ്പെട്ട ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ശ്രീ സാക്ഷൻ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. സംഭാവന ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടക്കാലത്ത് അദ്ദേഹം യൂണിയൻ്റെ ഉത്തരവാദിത്വം വിട്ട് ബിസിനസ് ഇതിൽ നിൽക്കുകയാണ്.
എങ്കിലും നമ്മുടെ ഏതൊരു പരിപാടിയിലും മറ്റുള്ള വിയോജിപ്പും വിഘടിപ്പും നിൽക്കുന്ന സംഘടനാ പ്രവർത്തനെ പോലെ അല്ലാതെ സ്നേഹത്തോടെ ഏതൊരു കാര്യത്തിന് ഇന്ന് വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അന്വേഷിച്ച് ചെന്നിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹം നടത്തി തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മുൻ പ്രസിഡന്റ് എൻ്റെ ശ്രീപ്പെട്ട TR ബാലകൃഷ്ണൻ ചേട്ടനെ സ്നേഹപൂർവ്വം മുൻ പ്രസിഡന്റിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ബിസിനസ്സുകാരനെയാണ്. രാജീവ് വക്കീൽ വിചാരിക്കും എന്നെ പരിചയപ്പെടുത്തുന്നില്ലല്ലോ, ഞാൻ പരിചയപ്പെടുത്താം. രാജീവ് വക്കീലിനെ ഞാൻ പരിചയപ്പെടുത്തും. രാജീവ് വക്കീലിനെ ഇപ്പം ഇവിടെ കൂടെയൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാവുമല്ലോ. ഞാൻ അപ്പുറത്ത് ഇരിക്കുന്നത് സാറിൻ്റെയും സ്വാമിയുടെയും ഇടയിലിരിക്കുന്നത് ശ്രീ CK ജോഷിയാണ്. ചാണേൽ ജോഷി കൃഷ്ണൻ്റെ മോനാണ്, പുറത്തുകാരനാണ്. ജോഷിയെക്കുറിച്ചിട്ട് ഞാൻ വല്ലാതെ പുകഴ്ത്തി പറയാനുള്ള കാര്യമൊന്നുമില്ല. കഴിഞ്ഞ മീറ്റിങ്ങിൽ ജോഷി ഉണ്ടായിരുന്നു. ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, ജീവകാരുണ്യ രംഗത്ത് എല്ലാ രീതിയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോരുന്ന ഒരാളാണ് ജോഷി. ജോഷിക്ക് അതിന് ആവോളം ഈശ്വര ദാനം കിട്ടുന്നുണ്ട്. ഈശ്വര ദാനം കിട്ടുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഏതൊരു കാര്യം ചോദിച്ചാലും ലോഭമില്ലാതെ നിർലോഭമായിട്ട് നമ്മളെ സഹായിക്കാനും ഈ പ്രസ്ഥാനത്തെയൊക്കെ ഇങ്ങനെ സഹായിച്ചു നിർത്താനും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനേട്ടാ എൻ്റെ വീടിൻ്റെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്കിവിടെ കുന്നകുളത്ത് ഒരു ഗുരുമന്ദിരം ഉണ്ടാക്കാനായിട്ടുള്ള എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബിസിനസ്സുകാർ നമുക്കിവിടെ ഉണ്ട്. ഇതിനൊന്നൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് നമുക്കിത് സാക്ഷ്യമായിട്ട് വരണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. ജോഷി ഇത്ര തിരക്കുള്ള സമയത്തായിട്ടും നമ്മളോടൊപ്പം വന്ന് പങ്കുചേർന്നുണ്ട്. ശ്രീ CK ജോഷിയെ സ്നേഹാദരപൂർവ്വം ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. എല്ലാ സമസ്ത മേഖലയിലുള്ള അംഗങ്ങളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരല്പം ദീർഘിപ്പിച്ച സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ സ്വാഗത പ്രസംഗത്തിന് പൂർണ്ണത വരില്ല എന്ന് മാത്രം ഉള്ളത് കൊണ്ടാണ് അത് നിർമ്മിച്ചത്. എനിക്ക് ഒട്ടും സംസാരിച്ച് നിർമ്മിക്കാൻ ഇഷ്ടമുള്ള ആളല്ല. എല്ലാവർക്കും നമസ്കാരം. ഗുരുജയന്തി, ഒരു ധർമ്മം വിജയിക്കട്ടെ. ഗുരുജയന്തി നിങ്ങൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.